ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം നടക്കുക. ആ സമ്മേളനത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ എന്ത് നടക്കുന്നു, ആ സമ്മേളനത്തിനിടയിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ നിൽക്കുക, BJPയും കോൺഗ്രസും. ആരെ വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആലപ്പുഴയിൽ നാം കണ്ടു, CPIM നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയ ആളെയാണ് വലിയ മാലയിട്ട് സ്വീകരിച്ചത് BJP. തിരുവനന്തപുരത്തും സമാനമായ സ്ഥിതി നടക്കുന്നു. മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറിയെ മാറ്റുന്നു. 6 വർഷക്കാലം സെക്രട്ടറിയായി ഇരുന്ന ആളെ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുന്നു. അദ്ദേഹത്തിന് എതിരെ ഇലക്ഷൻ വരുന്നു, മറ്റൊരാൾ മത്സരിക്കാൻ തയ്യാറാകുന്നു. മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷത്തിന് മറ്റൊരാൾ ഏരിയ സെക്രട്ടറി ആകുന്നു. മധു മുല്ലശ്ശേരി എന്ന നിലവിലെ ഏരിയ സെക്രട്ടറി പുറത്താകുന്നു, ഏരിയ സെക്രട്ടറി അല്ലാതാകുന്നു. അദ്ദേഹത്തിന് ഏരിയ കമ്മിറ്റി അംഗമായി തുടരാനുള്ള എല്ലാ അർഹതയുമുണ്ട്. അദ്ദേഹം അതെല്ലാം നിഷേധിച്ച് പുറത്തേക്ക് വരുന്നു. അദ്ദേഹം പറയുകയാണ്, നോക്കൂ, എന്നെ കാത്തിരിക്കുന്നു BJP പ്രവർത്തകർ, അപ്പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ, നടപടിയെടുത്ത് പുറത്താക്കുന്നവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസും BJPയും എന്നർത്ഥം. എന്താണ് യഥാർത്ഥത്തിൽ മംഗലാപുരം സമ്മേളനത്തിൽ നടന്നത്? CPIM ജില്ലാ സെക്രട്ടറി V. ജോയി തന്നെ അത് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്നുണ്ട്. അത് നിഷേധിക്കാൻ ഇതുവരെയും മധു മുല്ലശ്ശേരിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒരാളെ പോലും, ഒരു പ്രവർത്തകനെ പോലും, ഒരു പാർട്ടി അംഗത്തെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയാതെ ഇരിക്കുകയാണ് മധു മുല്ലശ്ശേരി. CPIM നേതാക്കൾ പറഞ്ഞതുപോലെ സ്വന്തം മകൻ CPIM അംഗമാണ്, അദ്ദേഹത്തെ പോലും കൂടെ കൊണ്ടുപോകാൻ മധു മുല്ലശ്ശേരിക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു CPIM നേതാക്കൾ. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആ കമ്മിറ്റിയുടെ പാനൽ വച്ചത് മധുവാണ്, പഴയ സെക്രട്ടറിയാണ്. ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പാനൽ വെച്ചത് മധുവാണ്. ഇത് രണ്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയാകട്ടെ, ഒന്നുകിൽ യുനാനിമസ് ആയിട്ട് സെക്രട്ടറിയെ കമ്മിറ്റി തിരഞ്ഞെടുക്കും, ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മറ്റൊരു അഭിപ്രായം കൂടി വന്നാൽ അതിന് ഏതാണ് മുൻതൂക്കം എന്നുള്ളത് പരിശോധിക്കും. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. അവിടെ ഒരു പേര് കൂടി വന്നു സെക്രട്ടറി ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അതിനകത്ത് പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോഴും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആൾ സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ഭാഗത്ത് നടക്കുന്ന കാഴ്ചയാണ്. മറുഭാഗത്ത് മറ്റൊരു സംഭവം കൂടിയുണ്ട്. 75 വയസ്സാണ് CPIMലെ പ്രായപരിധി. ചില ആൾക്കാർക്ക്, മുതിർന്ന നേതാക്കൾക്കൊക്കെ ചിലപ്പോൾ ഇളവ് നൽകാം. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി ഭാരവാഹിത്വത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് പാർട്ടി അംഗമായി തുടരാം. ഏത് ഘടകത്തിലാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആ ഘടകത്തിൽ പ്രവർത്തിക്കാം. അതല്ലെങ്കിൽ പാർട്ടി അംഗമായി, മുതിർന്ന നേതാവായി അദ്ദേഹത്തിന് തുടരുകയും ചെയ്യാം. ഇതാണ് CPIMന്റെ ഭരണഘടന. 75 വയസ്സ് കഴിഞ്ഞാൽ ആളുകൾ മാറണം, പുതിയ നേതൃത്വം ഉണ്ടാകണം, ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരമുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് 75 എന്ന പ്രായപരിധി നിശ്ചയിച്ചത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും അതില്ല. ഒരു തവണ ഒരാൾ MLA ആയാൽ അവിടെ തോൽക്കുന്നത് വരെ MLA ആയി തുടരും. ഒരു തവണ ഒരാൾ MP ആയാൽ ആ മണ്ഡലത്തിൽ മത്സരിച്ച് തോൽക്കുന്നത് വരെ അദ്ദേഹം MP ആയി തുടരും. ഒരു തവണ ഒരാൾ KPCC പ്രസിഡന്റ് ആയാൽ മരിക്കുന്നത് വരെ KPCC പ്രസിഡന്റായി തുടരുന്ന അവസ്ഥ. അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. സമാനം തന്നെയാണ് BJPയിലെയും സ്ഥിതി. അതിൽ നിന്ന് മാറി 2 തവണ മാത്രം ജനപ്രതിനിധിയായിരിക്കുക, 75 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഇതൊരു നയമായി, തീരുമാനമായി CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 75 വയസ്സ് കഴിഞ്ഞവരെ തേടി നടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും. G. സുധാകരൻ്റെ വീട്ടിലേക്ക് കയറിയിറങ്ങുകയാണ്. G. സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് ഇവർക്ക് ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ വിളിച്ചാൽ ഉടൻ ഇറങ്ങി വരും BJPയിലേക്ക് എന്ന് കരുതുന്ന മൂഢന്മാരാണ് BJP നേതാക്കൾ എന്ന് വേണം കരുതാൻ. കോൺഗ്രസ് നേതാക്കളും അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നർത്ഥം. അതിന് G. സുധാകരൻ തന്നെ കൊടുത്ത ഒരു മറുപടിയുണ്ട്, ഒരു ക്ലാസിക് മറുപടി. അത് നമുക്ക് കേൾക്കാം. KC രാഷ്ട്രീയം പറയാനാ
CPM വരുമോ? അല്ല അയാൾ CPM വരുമോ? അദ്ദേഹം വരുമോ? ഇല്ലല്ലോ, പിന്നെന്താ രാഷ്ട്രീയം പറയാം. ഇതാണ് ജി സുധാകരന്റെ മറുപടി. എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? ആരാണ് ജി സുധാകരൻ? ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അതെല്ലാം ഉണ്ട് ആ വാക്കുകളിൽ. അതുതന്നെയാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ജി സുധാകരൻ എന്ന നേതാവിന്റെ പ്രസക്തി.